ഒന്ന് കണ്ണടച്ച് ആലോചിച്ച് നോക്കുക. എത്രയെത്ര സഹപാഠികളാണ് തട്ടമിട്ടിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നത്. എത്രയെത്ര പേരാണ് നമ്മൾ ഓർക്കുമ്പോൾ എത്ര പേരാണ് നമ്മുടെ സ്കൂളിനെ പറ്റി. ഇപ്പോൾ ശിവലാസ് LP സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ 3ാം ക്ലാസ് വരെ അവിടെ പഠിച്ചിട്ടുള്ളൂ. ആ സ്കൂളിൽ വെറുതെ ഒന്ന് കണ്ണടച്ച് ആലോചിച്ച് എത്രയോ കുട്ടികൾ തട്ടം വളച്ചിട്ടിട്ട് അങ്ങോട്ട് ഓടി കളിക്കുന്നതാണ്. ചെറിയ കുട്ടികളാണല്ലോ ഈ പറയുന്ന സ്കൂളുകളിൽ. ഈ സിസ്റ്റർ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ട് നേരത്തെ പ്ലാൻ ചെയ്തുണ്ടാക്കിയ ചിരിച്ച്, അതായത് അവിടെ വന്നിട്ട് ചിരിച്ച് വേണം നമ്മൾ വാർത്താ സമ്മേളനം നടത്താൻ. നമ്മൾ വിജയിച്ചു എന്ന് തോന്നണം, നമ്മൾക്ക് ക്ഷീണമുണ്ടായെന്ന് തോന്നരുത്, നമ്മൾ വളരെ ആർജവത്തോടുകൂടി സംസാരിക്കണം എന്നൊരു പ്ലാന് തീരുമാനമാക്കിയിട്ട് വന്നിരിക്കുന്ന കുറേ സിസ്റ്റർമാർക്കിടയിൽ എല്ലാവരും ചിരിക്കുക. ഇവർ അങ്ങേയറ്റം കൃത്രിമമായൊരു ചിരിയുമായിട്ട് വന്നിട്ട് നടത്തിയ ഈ സിസ്റ്റർ ഇരുന്ന് പഠിച്ച സ്കൂളിൽ ഒന്ന് കണ്ണട ചേർത്ത് നോക്കൂ. അവരുടെ കൂടെ തട്ടോട്ടൊരു പെൺകുട്ടി ഇരുന്നുണ്ടാവും. അതാണ് അവർ പഠിച്ച ക്ലാസ്സുകൾ. അവരിന്ന് പറഞ്ഞു ഭാരതത്തിൻ്റെ പാരമ്പര്യം. എന്താ ഭാരതത്തിൻ്റെ പാരമ്പര്യം? 530 കൊല്ലം ഇവിടെ മുഗളന്മാർ ഭരിച്ചു. മുഗളന്മാരാരാ? മുസ്ലിങ്ങളാ. 530 കൊല്ലം, 5 നൂറ്റാണ്ടിലേറെ, 5.5 നൂറ്റാണ്ട് മുഗളന്മാർ ഭരിച്ചിട്ടും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ലോകത്തിൽ എന്തുകൊണ്ടാണ് ലോകത്തിൽ നരേന്ദ്രമോദിക്ക് ഇത്ര വലിയ ആദരവ് കിട്ടുന്ന ലോകത്ത് എല്ലായിടത്തും ചെല്ലുമ്പോൾ? ഇത്ര വലിയ ബഹുസ്വരതയാർന്ന ഒരു രാജ്യത്തെ നയിക്കുന്ന നേതാവാണെന്തുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇതൊരു സവിശേഷതയാർന്ന രാജ്യമാണ്. മറ്റു രാജ്യങ്ങൾക്ക് ആളുകൾ കണ്ടാൽ മനസ്സിലാവില്ല. കാരണം അതെല്ലാം പല പല വംശീയതയും മതപരമായിട്ടൊക്കെ ഒറ്റ സ്ഥലത്താണ്. ഇവിടെ 10,000 കണക്കിന് ഭാഷകൾ, ഇത്രമാത്രം വലിയ മതങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു.